ഡെമോ ടോക്കിലേക്ക് സ്വാഗതം. പോയ വാരത്തിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളിലൂടെ ഒരു പര്യടനമാണ് ഡെമോ ടോക്ക് എന്ന വാർത്താവലോകനത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പത്രദൃശ്യ മാധ്യമ രംഗത്ത് വരാൻ പോകുന്ന ചില നിയന്ത്രണങ്ങളെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ പ്രധാനമായും സംസാരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ഏറ്റവും ബൃഹത്തായ ഭരണഘടനയും ഇന്ത്യയുടേതാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം മൗലികാവകാശമായി കരുതുന്ന ഒരു ഭരണഘടന നമുക്കുണ്ട്. നമ്മുടെ ഭരണഘടനയുടെ ആമുഖം ഈ അഭിപ്രായ സ്വാതന്ത്ര്യം എന്തൊക്കെയാണെന്ന് വളരെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഭരണഘടനയുടെ ആമുഖം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയെ ഒരു പരമാധികാര, സ്ഥിതി സമത്വ, മതനിരപേക്ഷ, ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നതിനും ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും സാമൂഹികവും സാമ്പത്തികവും സാമൂഹികവുമായ നീതി, ചിന്ത, ആശയാവിഷ്കാരം, വിശ്വാസം, മതനിഷ്ഠ, ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം തുടങ്ങിയ കുറേ കാര്യങ്ങൾ ഉറപ്പ് വരുത്തുന്ന രീതിയിലാണ് നമ്മുടെ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത്. ഈ ഭരണഘടനയുടെ ആമുഖത്തിന് ആധാരമായത് നമ്മുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റു 1946 ഡിസംബർ 13 ഭരണഘടനാ നിർമ്മാണ സഭയിൽ നടത്തിയ ഒരു പ്രഭാഷണമാണ്. വലിയ ജനാധിപത്യ ബോധമുള്ള, ശാസ്ത്രബോധമുള്ള, യുക്തിബോധമുള്ള ഒരു ഭരണാധികാരിയായിരുന്നു നെഹ്റു. നമ്മുടെ ഭരണഘടന ആമുഖത്തെ തുടർന്ന് ഭരണഘടനയുടെ ഭാഗം 3 പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മൗലികാവകാശങ്ങൾ രൂപകൽപ്പന ചെയ്യുന്ന ആ സമിതിയുടെ അധ്യക്ഷനായിരുന്നു പട്ടേൽ. ഇത് പലരും മനസ്സിലാക്കാറില്ല. ഒരു യാഥാസ്ഥികനായ ഭരണാധികാരിയായിട്ടൊക്കെയാണ് പലപ്പോഴും അദ്ദേഹത്തെ ചിത്രീകരിച്ചിട്ടുള്ളത്. എന്നാൽ പട്ടേലിന്റെ നേതൃത്വത്തിൽ നടന്ന ആ സമിതിയാണ് ഇന്ത്യയുടെ ഭരണഘടനയിൽ മൗലികാവകാശങ്ങളെ ചർച്ച ചെയ്ത് ക്രോഡീകരിച്ചത്. അതിൽ ആർട്ടിക്കിൾ 19(1) പറയുന്നത് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ഉറപ്പുവരുത്തിയ ഒരു മൗലികാവകാശമാണ്. ദൗർഭാഗ്യവശാൽ നമ്മുടെ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ഈ മഹത്തായ കാഴ്ചപ്പാട് പലപ്പോഴും വീട്ടിലെ പശുവായി തീരാറുണ്ട്. ഭരണഘടനയുടെ പ്രണേതാക്കൾ ഇന്ത്യക്ക് നൽകിയ ഈ മഹത്തായ കാഴ്ചപ്പാട് പിന്നീട് വന്ന ഭരണാധികാരികൾ പിന്തുടരുന്നതിൽ പലപ്പോഴും വിജയിച്ചിട്ടില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണ് ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തിന്റെ മേൽ കത്രിക വയ്ക്കുന്ന നയസമീപനത്തിലേക്ക് പലപ്പോഴും മാറി മാറി വന്ന സർക്കാരുകൾ എത്തിച്ചേർന്നത്. ജനാധിപത്യത്തിന്റെ 4ാം തൂണാണ് പത്രദൃശ്യ മാധ്യമങ്ങൾ. ഈ നാട്ടിൽ എന്തെല്ലാം നടക്കുന്നു എന്ന കാര്യങ്ങൾ അറിയാനും അറിഞ്ഞതിനെക്കുറിച്ച് പ്രതികരിക്കാനും ഓരോ പൗരനും അവകാശമുണ്ട്. അതിന് സഹായകരമാവുന്നത് പത്രദൃശ്യ മാധ്യമങ്ങളാണ്. അതുകൊണ്ടാണ് ലെജിസ്ലേച്ചറും ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും പോലെ ഈ ജനാധിപത്യത്തെ താങ്ങി നിർത്തുന്ന 4ാമത്തെ തൂണായി പത്രമാധ്യമങ്ങളെ കണക്കാക്കുന്നത്. റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് എന്ന സാർവദേശീയ സംഘടന ഇന്ത്യക്ക് നൽകിയ പത്രമാധ്യമങ്ങളുടെ റാങ്കിങ്ങിൽ 2020 180 രാഷ്ട്രങ്ങളിൽ ഇന്ത്യയുടെ
നില 142. അതായത് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് അഭിമാനിക്കുന്ന ഇന്ത്യ പത്രസ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ സർവാധിപത്യം പുലരുന്ന ആഫ്രോ അറേബ്യൻ രാഷ്ട്രങ്ങളിലെ നിലവാരത്തിലേക്ക് പതിച്ചിരിക്കുകയാണ്. ഈ വർഷം നമ്മുടെ റാങ്കിങ് 142. കഴിഞ്ഞ വർഷം അത് 140 ആയിരുന്നു. അതിൻ്റെ മുമ്പത്തെ വർഷം 2018 അത് 138. ഓരോ വർഷവും 2 വീതം നമ്മൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അഭിപ്രായ സ്വാതന്ത്ര്യം ഒരു മൗലികാവകാശമായി കണക്കാക്കുന്ന ഭരണഘടന നിലവിലുള്ള ഒരു രാജ്യത്ത് പൗരന്മാർക്കും പത്രമാധ്യമങ്ങൾക്കും അവ പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം നമുക്ക് കാണാതിരുന്നുകൂടാ. അതുകൊണ്ടാണ് ഇപ്പോൾ വരാൻ പോകുന്ന OTT പ്ലാറ്റ്ഫോമിൻ്റെ നിയന്ത്രണം പോലുള്ള ചില കാര്യങ്ങൾ നമ്മളെ ആശങ്കാകുലരാക്കുന്നത്. OTT എന്നാൽ ഓവർ ദ ടോപ്പ് എന്നതിൻ്റെ ചുരുക്കമാണ്. മൾട്ടിമീഡിയയിൽ ഉൾപ്പെടുന്നത് അനിമേഷൻ വരും, ടെക്സ്റ്റ് വരും, മെസ്സേജ് വരും, വീഡിയോകൾ വരും തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് ഉപഭോക്താവിന് മറ്റു മാധ്യമങ്ങളുടെ സഹായമില്ലാതെ നേരിട്ട് നൽകാനുള്ള സംവിധാനമാണ്. നെറ്റ്ഫ്ലിക്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഹോട്ട്സ്റ്റാർ, ആമസോൺ പ്രീമിയർ, റിലയൻസിൻ്റെ എൻ്റർടൈൻമെൻറ്റ് സംവിധാനങ്ങൾ തുടങ്ങിയവയിലൂടെ ഇപ്പോൾ കേബിളുകാരുടെയോ ടെലിവിഷൻകാരുടെയോ അല്ലെങ്കിൽ മറ്റ് അത്തരം സംവിധാനങ്ങളുടെയോ സഹായമില്ലാതെ നിങ്ങൾക്ക് നേരിട്ട് ലഭിക്കും. അവ ലാപ്ടോപ്പിലൂടെ, കമ്പ്യൂട്ടറിലൂടെ, വിവിധ ആപ്പുകളിലൂടെ, മൊബൈലിലൂടെ ഒക്കെ നേരിട്ട് ഉപഭോക്താവിന് ലഭിക്കുകയാണ്. അതിന് ഗുണദോഷ സമ്മിശ്രമാണ് ഈ സംവിധാനം. മാത്രമല്ല, ഇത് വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സായി കോർപ്പറേറ്റുകൾ കണക്കാക്കുന്നത് ഇൻ്റർനെറ്റിൻ്റെയും അതിലൂടെയുള്ള ഡാറ്റയുടെയും വിനിമയമാണ്, വിൽപ്പനയാണ്. ഫോർത്ത് എസ്റ്റേറ്റിൻ്റെ സ്വാതന്ത്ര്യം പരമപ്രധാനമാണ് എന്ന് പറയുമ്പോൾ തന്നെ ചില മാധ്യമങ്ങൾ അവ ദുരുപയോഗം ചെയ്യാറുണ്ട് എന്നതും വസ്തുതാപരമാണ്. എന്നാൽ അത്തരം ദുരുപയോഗങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുന്ന സമീപനങ്ങളാണ് അവയ്ക്കുണ്ടാകുന്ന ഭരണകൂടത്തിനുള്ളത്. ഉദാഹരണമായി റിപ്പബ്ലിക് ചാനലിൻ്റെ മേധാവി അർണാബ് ഗോസ്വാമിയുടെ നിലപാടുകൾ പത്ര സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നവർക്ക് പോലും അരോചകമാണ്. ആക്ഷേപങ്ങളാണ് പത്രസ്വാതന്ത്ര്യം എന്ന പേരിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നത്. എല്ലാ പുരോഗമന പ്രസ്ഥാനങ്ങളെയും അതിനിശിതമായി വിമർശിക്കുന്നു എന്ന പേരിൽ സംഹരിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുന്ന റിപ്പബ്ലിക് ചാനൽ കേന്ദ്ര ഭരണകൂടത്തിൻ്റെ പ്രിയപ്പെട്ട ചാനലാണ്. അതുകൊണ്ട് തന്നെ നിയമം ഒരിക്കലും തങ്ങൾക്ക് ബാധകമല്ല എന്ന ധാർഷ്ട്യത്തിലാണ് അർണാബ് ഗോസ്വാമിയും റിപ്പബ്ലിക് ചാനലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ ഹന്തക്കേറ്റ ഏറ്റവും വലിയ അടിയാണ് പോയ വാരത്തിൽ മഹാരാഷ്ട്ര ഗവൺമെന്റ് ചെയ്തത്. പത്രസ്വാതന്ത്ര്യത്തെ മാനിക്കുന്നവർക്ക് പോലും മഹാരാഷ്ട്ര ഗവൺമെന്റിന്റെ ആ നടപടി നന്നായി എന്ന അഭിപ്രായമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിനെ ഭൂരിപക്ഷം പേരും പിന്തുണയ്ക്കുന്നുണ്ട് എന്നാണ് ഡെമോക്രാറ്റ് കാണുന്നത്. ഈ സൗജന്യവും ഈ സ്വാതന്ത്ര്യവും മറ്റ് മാധ്യമങ്ങൾക്ക് സർക്കാർ കനിഞ്ഞ് അരുളുന്നില്ല. അതുകൊണ്ട് തന്നെ മുമ്പുണ്ടായിരുന്ന പ്രണോയ് റോയുടെ NDTV പോലുള്ള അല്ലെങ്കിൽ വയർ പോലുള്ള മാധ്യമങ്ങൾക്ക് ഏത് വിധേനയും കൂച്ചുവിലങ്ങിടുന്ന
നടപടികളാണ് കേന്ദ്ര ഗവൺമെന്റ് പുലർത്തുന്നത്. ഈ രണ്ട് നയങ്ങൾക്കിടയിലൂടെ ഉള്ള ഒരു പാതയാണ് അഭികാമ്യം. വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുപോലെ തന്നെ പരിധി വിടാതിരിക്കാനുള്ള നിയന്ത്രണങ്ങളും അനിവാര്യമാണ്. ആകെ തമസ്കരിക്കുന്ന വിധത്തിൽ നിയമ നടപടികൾ കൈക്കൊള്ളരുത് എന്ന് ഡെമോടാക് കരുതുന്നു. 2023 ഇന്ത്യയുടെ OTT മേഖലയിലെ വ്യവസായം $5 ബില്യൺ കുതിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഏതാണ്ട് 40ഓളം ഇന്ത്യനും വിദേശീയവുമായ കമ്പനികൾ ഇന്ത്യൻ മാർക്കറ്റിൽ അവരുടെ കാലുകൾ ഊന്നിയിട്ടുണ്ട്. സ്വതന്ത്രമായ ആശയവിനിമയത്തിന് അതെല്ലാം സഹായിക്കും. എന്നാൽ ഭരണകൂടത്തിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണങ്ങൾ പലപ്പോഴും സാധ്യമാകാറില്ല. അത് ഭരണകൂടത്തെ ഒട്ടേറെ അലോസരങ്ങൾ ഉണ്ടാകുന്നു. ഭരണകൂടത്തിന് ആ ഭരണകൂടത്തിൻ്റെ മേലുള്ള വിമർശനങ്ങളോ ആക്രമണങ്ങളോ അത് ജനാധിപത്യ രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു ഭരണകൂടമാവുമ്പോൾ അത് അവർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് കൈക്കൊള്ളുന്ന നടപടികൾ പലപ്പോഴും ഇന്ത്യയിലെ വിരലിൽ എണ്ണാവുന്ന ഏതാനും കുത്തകകളെ പ്രീണിപ്പിക്കുന്ന വിധത്തിലാണ്. ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് നേരെ പോലും കണ്ണടച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടമാണ് ദൗർഭാഗ്യവശാൽ നമുക്കുള്ളത്. അത്തരം ഭരണകൂടത്തിന്റെ ചെയ്തികളെ വിമർശിക്കാനുള്ള ഒരു സ്ലോട്ട് ഈ OTT സംവിധാനങ്ങളിലുണ്ട്. ഭരണകൂടത്തിന് പെട്ടെന്ന് കൈകടത്താൻ ഈ മേഖലയിൽ കഴിയില്ല. അതുകൊണ്ട് തന്നെ ചില നിയന്ത്രണങ്ങൾ അനിവാര്യമാണ് എന്ന വിധത്തിൽ സർക്കാരുകൾ ചില നിയമ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അത് ഗുണകരമാണ് എന്ന് കരുതുന്ന ആളുകളുമുണ്ട്. എന്നാൽ വളർന്നു വരുന്ന ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഭരണകൂടത്തെ വിമർശിക്കാനുള്ള പൗരന്റെ അധികാരത്തെ അഥവാ അവകാശത്തെ ലംഘിക്കുന്നതാണ് ഭരണകൂടത്തിന്റെ ഇത്തരം ചില നടപടികൾ. അവ കിരാത നിയമങ്ങൾ എന്ന പട്ടികയിലേക്ക് വരുമോ എന്ന ആശങ്ക അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുന്ന അവ ഇവിടുത്തെ രാജ്യത്തിലെ പൗരന്മാർക്ക് ലഭ്യമാകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ഈ അവസരത്തിൽ പൗരബോധം ഉയർന്നുകൊണ്ട് ഈ ജനാധിപത്യത്തിന്റെ 4ാം തൂണിനെ സ്വതന്ത്രമായി വിഹരിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്ന കാര്യത്തിൽ ഭരണകൂടത്തിന്മേൽ സമ്മർദ്ദം ചെലുത്താനുള്ള ബാധ്യത പൗരന്മാരായ നമുക്കുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ പത്ര-ദൃശ്യ മാധ്യമങ്ങളുടെ ഉടമസ്ഥത യഥാർത്ഥത്തിൽ ചെന്നു ചേർന്നിരിക്കുന്നത് ഈ ഭരണകൂടത്തെ തന്നെ താങ്ങി നിർത്തുന്ന കോർപ്പറേറ്റുകളുടെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ അത്തരം കോർപ്പറേറ്റുകൾ എല്ലാ കാര്യങ്ങളും പൗരന്മാർക്ക് ലഭ്യമാക്കുന്നില്ല. അവർ ഭരണകൂടത്തിന് താങ്ങാവുന്ന വിധത്തിലുള്ള വാർത്താ അവതരണങ്ങളാണ് ലഭ്യമാക്കുന്നത്. എന്നാൽ ഇതിനെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ചില മാധ്യമങ്ങൾ സ്വതന്ത്രമായ നിലപാടുകൾ കൈക്കൊള്ളുന്നുണ്ട്. അത്തരം സ്ഥാപനങ്ങളുടെ മേലുള്ള നിയന്ത്രണങ്ങളായിരിക്കും ഭരണകൂടം കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഈ വിധത്തിലുള്ള ചില നീക്കങ്ങൾ കേരളത്തിലും നടക്കുന്നുണ്ട്. കേരള പോലീസ് ആക്ടിന്റെ 118D എന്ന വകുപ്പ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി റദ്ദാക്കിയിട്ടുണ്ട്. തൽസ്ഥാനത്ത് ഒരു പുതിയ ഉപവകുപ്പ് കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു ഓർഡിനൻസ് ഇറക്കാൻ പോകുന്നു എന്നാണ് കേൾക്കുന്നത്.
അങ്ങനെയായാൽ ആ വകുപ്പ് നവമാധ്യമ രംഗങ്ങളിൽ ഇടപെടുന്നവർക്ക് ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഡെമോക്രാറ്റ് കരുതുന്നത്. ആരോഗ്യകരമായ ഇടപെടലുകൾ നവമാധ്യമ രംഗത്തും പത്രദൃശ്യ മാധ്യമങ്ങളിലും വേണ്ടത് അനിവാര്യമാണ്. അവയെ ദുരുപയോഗം ചെയ്യുന്ന സ്ഥാപനങ്ങളും ആളുകളുമുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. എന്ന് വെച്ച് സ്വതന്ത്രമായി ഇടപെടുന്നവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന നിയന്ത്രണങ്ങളിൽ നിന്ന് കേരള സർക്കാരുകൾ പിൻവാങ്ങണമെന്നാണ് ഡെമോക്രാറ്റിന്റെ അഭിപ്രായം. ഈ കോവിഡ് കാലഘട്ടത്തിൽ ലോക രാജ്യങ്ങളെല്ലാം തന്നെ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഈ പോക്കിന്റെ തീവ്രത ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. 2020-21 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിൽ ഇന്ത്യയുടെ GDP നിരക്കിൽ 24% വളർച്ചക്കുറവുണ്ടായി. അതിനുശേഷം ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ കാലഘട്ടത്തിൽ വളർച്ചാ നിരക്ക് വീണ്ടും 8.6% ഇടിഞ്ഞിരിക്കുന്നത്. ഇത് രാജ്യത്തിന്റെ സമ്പത്ത് മന്ദീഭവിച്ച ഒരു മേഖലയിലേക്കാണ് നീങ്ങുന്നത് എന്നതിന്റെ പ്രകടമായ സൂചനയാണ്. ഇതിന്റെ ഫലമായി തൊഴിലില്ലായ്മ രൂക്ഷമാവും, ഉൽപാദന കമ്മി ഉണ്ടാകും, വളർച്ച മുരടിക്കും, ജനങ്ങൾ കൂടുതൽ ദരിദ്രരാവും. ഇതിന്റെ ഒരു വിരോധാഭാസം ഇതേ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ കോർപ്പറേറ്റുകളുടെ ആസ്തി സർക്കാരിന്റെ GDP നിരക്ക് കുറഞ്ഞതിന്റെ നേർ വിപരീത ദിശയിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അംബാനിമാരുടെ സമ്പത്തിന്റെ വളർച്ച ഈ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദത്തിൽ 25% എന്നാണ് കേൾക്കുന്നത്. അതായത് ജനങ്ങളും സർക്കാരും പാപ്പരാകുമ്പോൾ ഇവിടുത്തെ കോർപ്പറേറ്റുകൾ ആ അതിഭീമമായ സമ്പത്തിന്റെ ഉടമകളായി തീരുകയാണ്. യാതൊരു നിയന്ത്രണങ്ങളുമില്ലാതെ കേന്ദ്ര ഗവൺമെന്റ് അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ്. ഇന്ത്യയുടെ അഭിമാന സ്തംഭങ്ങളായ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇത്തരം കോർപ്പറേറ്റുകൾക്ക് ചുവടുവിലയ്ക്കാണ് കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ തിരുവനന്തപുരത്തെ വിമാനത്താവളം മുതൽ മറ്റു പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉദാഹരണങ്ങൾ ഏറെ ലഭ്യമാണ്. അതുകൊണ്ട് ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു ജനപക്ഷ സൗഹൃദ സർക്കാരുകൾ അനിവാര്യമാണ്. ഈ കാലഘട്ടത്തിലാണ് ഈ മാന്ദ്യം മറികടക്കാൻ ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ ചെലവ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് മാർഗം. ആ രീതിയിലാണ് ഭാഗ്യവശാൽ കേരളത്തിൽ നടക്കുന്നത്. അവ പെൻഷനുകളായാലും റേഷൻ വിതരണങ്ങളായാലും തൊഴിൽ നൽകുന്നതായാലും ഗവൺമെന്റ് മറ്റു നിർമ്മാണ പ്രവൃത്തികളായാലും പൊതു കമ്പോളത്തിലേക്ക് സർക്കാരിന്റെ പണം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് മികച്ച സംസ്ഥാനമായി കേരളം വീണ്ടും മാറിയത്. എന്നാൽ അന്വേഷണ ഏജൻസികളിലൂടെ നമ്മുടെ കിഫ്ബി പോലുള്ള പദ്ധതികളെ ഇല്ലാതാക്കാനും ഇങ്ങനെ ഗവൺമെന്റിന്റെ ജനപക്ഷ സാമ്പത്തിക ഇടപെടലുകൾ ഇല്ലാതാക്കാനുമുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നാം കാണുന്നത്. അവയെ നമുക്ക് ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ട്. ഡെമോക്രാറ്റ് അത്തരം ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ലോക, ദേശീയ, പ്രാദേശിക വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.